2019 നിന്ന് വ്യത്യസ്തമായി 2024 വരുമ്പോൾ പ്രതിപക്ഷത്തിന് അവരുടെ ശക്തമായ ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UPS സഖ്യത്തിൽ നിന്ന് വിഭിന്നമായി ഇന്ത്യ മുന്നണി എന്ന കൂട്ടായ്മ വരുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ശക്തിയായി BJPയും കരുതിയിരിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം ദാ നോക്കൂ, ഓരോ പ്രദേശത്തും ഓരോ സംസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുള്ള നേതാക്കളാൽ നയിക്കപ്പെടുന്ന ഒരു ഇന്ത്യ സഖ്യം. അത് കോൺഗ്രസ് നയിച്ച 2019-ലെ 14-ലെ അതിന് മുമ്പുണ്ടായിരുന്ന UPS സഖ്യത്തിൽ നിന്ന് ഏറെ വിപുലമായിട്ടുള്ളതും കുറെ കൂടി കരുത്തുള്ളതും. മുൻപുണ്ടായിരുന്ന യുണൈറ്റഡ് ഫ്രണ്ട് ഐക്യമുന്നണി നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഐക്യമുന്നണിയിൽ നിന്നൊക്കെ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ കുറച്ചുകൂടി ഒരു സംഘാടനമുണ്ട്, നേതാക്കൾക്കിടയിൽ കുറെ കൂടി ഏകോപനമുണ്ട്. അത് മെല്ലെ മെല്ലെ കരുത്താർജിക്കുന്നത് കണ്ടു. കെജ്രിവാളിൻ്റെ അറസ്റ്റൊക്കെ വന്നൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കൊക്കെ പല വിഷയങ്ങളിൽ വളരെ ശക്തമായി യോജിച്ച് നിന്ന് പോരാടുന്ന ഒരു നേതൃത്വം അതിനുണ്ട്. അങ്ങനെ ഒരു കരുത്ത് കാട്ടുന്ന ഒരു ഇന്ത്യ സഖ്യത്തെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ഒരു വിശാലമായ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളുടെയും സ്വഭാവം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഒരു സഖ്യം രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രം രൂപപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു എന്നതാണ്. ഇതിൽ കൗതുകകരമായ ഒരു കാര്യം കൂടിയുണ്ട്. ആദ്യ യോഗം ചേർന്ന പാറ്റ്നയിലായിരുന്നു, നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു. ആ നിതീഷ് കുമാർ പാളയത്തിലാണ് ഇതെല്ലാം രൂപീകരിച്ച് ഇവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആശാൻ തിരിച്ച് പഴയ പാളയത്തിലേക്ക് 16 പാർട്ടികളുമായി തുടങ്ങിയതാണ്. ബീഹാറിൽ ഇന്ത്യ മുന്നണി വളരെ സിഗ്നിഫിക്കന്റ് ആയി മുന്നേറുന്നു. തേജസ്വി യാദവ് ഒക്കെ വളരെ ശക്തമായ ലീഡർ. അതായത് 205 യോഗങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു തേജസ്വി. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം യോഗങ്ങളിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃനിരയിലെ ഒരു താരോദയം തന്നെയാണ് തേജസ്വി, യാതൊരു സംശയമില്ല. ഉത്തർപ്രദേശിൽ വരുമ്പോൾ അഖിലേഷ് യാദവ് മറുഭാഗത്ത് നിൽക്കുന്നു. ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഹകരിച്ചതൊക്കെ ദില്ലിയിലും അതുപോലെ നമ്മൾ ഈ പഞ്ചാബിലുമൊക്കെ, പഞ്ചാബിൽ ആ നിലയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ദില്ലിയിലെ സഹകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം വരുന്ന ആ മുന്നണിയെക്കുറിച്ചുള്ള ആ മുന്നണിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഒരു നല്ല റിപ്പോർട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്കും കൂടുതൽ നിരീക്ഷണങ്ങളിലേക്കുമൊക്കെ ബാറ്റിൽ ഫോർ ഇന്ത്യ നീങ്ങാൻ പോകുന്നു. ആദ്യം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്, ഒരു രാഷ്ട്രീയ റിപ്പോർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ബംഗളൂരുവിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിപക്ഷ മുന്നണിക്ക് ഇന്ത്യ എന്ന പേര് നൽകിയത്. 26 പ്രതിപക്ഷ പാർട്ടികളായിരുന്നു മുന്നണിയിലുണ്ടായിരുന്നത്. മോദി സർക്കാരിന്റെ ഏകാധിപത്യത്തിനെതിരെ ശക്തമായ പ്രതിപക്ഷ നിരയാണ് ഇന്ത്യ മുന്നണിയായി രൂപം കൊണ്ടത്. പിന്നീടിങ്ങോട്ട് പല യോഗങ്ങൾ ചേർന്നു. 9 അംഗ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ CPIM കോർഡിനേഷൻ കമ്മിറ്റിയിൽ അംഗമായില്ല. Point is, we have decided that we will further strengthen the India bloc, and that is essential in our country's conditions today to safeguard the character of the Indian Republic, that is the secular democratic character, its constitution and democracy. For that, the India bloc will be further strengthened and we will contribute to strengthening it. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ മാരത്തൺ ചർച്ചകൾ നടത്തിയാണ് ഓരോ സംസ്ഥാനത്തെയും സഖ്യരൂപീകരണം തീരുമാനിച്ചത്. ഇതിനിടയിൽ ഇന്ത്യ മുന്നണി എന്ന പേര് സ്വീകരിച്ചതു മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ എന്ന പേരിനെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ തകൃതിയായി നടന്നു. നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിന്നും അടർത്തിയെടുത്തു. നിതീഷ് കുമാർ പോയെങ്കിലും ശക്തമായി തന്നെയാണ് ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യം നോക്കിയാണ് സഖ്യരൂപീകരണം. കേരളം, ബംഗാൾ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സഖ്യമില്ലാതെയാണ് മത്സരം. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായല്ല മത്സരിക്കുന്നത്. പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും നേരിട്ടേറ്റുമുട്ടുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് മത്സരം. എന്നാൽ BJPക്ക് സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ടു പോകുന്നു. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉത്തർപ്രദേശിൽ നമ്മൾ കാണുന്നത്. പ്രതിപക്ഷം ഇന്ത്യ മുന്നണി രൂപീകരിച്ച് വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങി ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ടു പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിലും മുന്നോട്ടുവെക്കുന്നത് മുസ്ലിം വിരുദ്ധതയും വർഗീയതയും മാത്രമാണ്.